പോലീസിലും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെൽ PFIക്ക് സംസ്ഥാന തലത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ട് എന്നും പോലീസിന്റെ രേഖകൾ സംഘടനയ്ക്ക് ലഭിച്ചിരുന്നു എന്നുമാണ് NIA കണ്ടെത്തൽ. ഇത് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് NIA സംസ്ഥാന പോലീസിന് കൈമാറി. എന്നാൽ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് ആസ്ഥാനം വിശദീകരിച്ചു. സംശയ നിഴലിൽ ഉള്ള പോലീസുകാർ കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. പട്ടികയിൽ ഉൾപ്പെട്ട സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, SIമാർ, SHO റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന പോലീസിന്റെ നീക്കങ്ങളും പരിശോധനാ വിവരങ്ങളും അടക്കം ഈ ഉദ്യോഗസ്ഥർ ചോർത്തിക്കൊടുക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്റലിജൻസ്, ലോ ആൻഡ് ഓർഡർ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അടക്കം നിരീക്ഷണ വലയത്തിലാണ്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ സംഘടനയ്ക്ക് വേണ്ടി പോലീസിലെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നതിൽ നേരത്തെ മുതൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. NIAയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ: കേരളത്തിൽ സംസ്ഥാന സംവിധാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ആഴത്തിലുള്ള വേരോട്ടം. കേരള പോലീസിന്റെ കൈവശമുള്ള രഹസ്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചിരുന്നു. ചില പോലീസുകാരുടെ പിന്തുണ ലഭിച്ചതായി തിരിച്ചറിഞ്ഞു. രഹസ്യ വിവരത്തിന് പകരമായി പണം ലഭിച്ചോ, ഏതൊക്കെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് സഹായിച്ചത്, പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നോ തുടങ്ങിയവ NIA അന്വേഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൊടുപുഴ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് RSS നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയ സിവിൽ പോലീസ് ഓഫീസറെ അന്വേഷണത്തിന് ശേഷം പിരിച്ചുവിട്ടിരുന്നു. സമാന ആരോപണത്തെ തുടർന്ന് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും SI ഉൾപ്പെടെ 3 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്ന വിധം സേനയ്ക്കുള്ളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നേരത്തെ ചിലർ രൂപീകരിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗം ഇത് കണ്ടെത്തിയതിന് പിന്നാലെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം നിലച്ചു. PFIക്ക് രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകിയ കൊല്ലം ജില്ലയിൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തീവ്രവാദ ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് ദീർഘകാലമായി സസ്പെൻഷനിൽ ആയിരുന്ന PFI ചെയർമാൻ OM സലാമിനെ ഒടുവിൽ KCB പിരിച്ചുവിട്ടു. NIA അറസ്റ്റ് ചെയ്തിട്ടും സർക്കാർ ശമ്പളം വാങ്ങി സലാം സർവീസിൽ തുടരുന്നത് ന്യൂസ് 18 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ. മഞ്ചേരിയിൽ KCB സീനിയർ ഓഡിറ്റ് ഓഫീസറായിരുന്നു സലാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാജ്യത്തെ പ്രധാനിയായിരുന്നു OM സലാം. KCBയിൽ ഉന്നത ഉദ്യോഗസ്ഥനും. തീവ്രവാദ ബന്ധത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും വകുപ്പ് തല അന്വേഷണം പൂർത്തിയായില്ലെന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 20 മാസമായി സസ്പെൻഷനിലിരുന്ന സലാം KCBയിൽ നിന്ന് പ്രതിമാസം 67,600 രൂപ ശമ്പളം വാങ്ങുകയായിരുന്നു. രാജ്യവ്യാപക NIA റെയ്ഡിൽ സലാം അറസ്റ്റിലായതോടെ ഇക്കാര്യം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. നാളുകൾക്കുള്ളിൽ സലാമിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ KCB തയ്യാറായി. PFIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുമതിയില്ലാതെ വിദേശയാത്രകൾ നടത്തിയതും സർവീസ് ചട്ടം ലംഘിച്ചതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ 2020 ഡിസംബർ 14-നാണ് സലാം സസ്പെൻഷനിലായത്. സസ്പെൻഷനിലായിട്ടും അന്വേഷണം നടത്തി നടപടിയെടുത്തില്ല എന്നു മാത്രമല്ല, കഴിഞ്ഞ 20 മാസമായി പൂർണ്ണ ശമ്പളം നൽകി KCB സംരക്ഷിക്കുകയും ചെയ്തു. PFI നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങളില്ലാതെ ഒടുവിൽ KCB പിരിച്ചുവിടുകയായിരുന്നു. നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണറെ രേഖാമൂലം അറിയിക്കാതെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിൽ രാജ്ഭവന് കടുത്ത അതൃപ്തി. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയും സംഘവും 10 ദിവസത്തെ സന്ദർശനത്തിന് യൂറോപ്പിലേക്ക് പുറപ്പെട്ടത്. ഇന്നലെ കണ്ണൂരിൽ നേരിട്ട് കണ്ടപ്പോൾ യാത്രാവിവരം മുഖ്യമന്ത്രി ഗവർണറോട് പറഞ്ഞിരുന്നു. എന്നാൽ രേഖാമൂലം അറിയിച്ചില്ല. മുഖ്യമന്ത്രി വിദേശത്ത് പോവുകയാണെങ്കിൽ അത് ഗവർണറെ രേഖാമൂലം അറിയിച്ചിരിക്കണമെന്നാണ് ചട്ടം. എത്ര ദിവസത്തെ സന്ദർശനമാണ്, എന്തെല്ലാമാണ് പരിപാടി തുടങ്ങിയ വിശദമായ ഷെഡ്യൂളാണ് രാജ്ഭവനെ അറിയിക്കേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഇന്നാരംഭിച്ച വിദേശയാത്രയിൽ അതുണ്ടായില്ല. ഇന്നലെ കണ്ണൂരിൽ CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഗവർണർ എത്തിയിരുന്നു. അവിടെ വെച്ച് കണ്ടപ്പോൾ താൻ 10 ദിവസം രാജ്യത്തുണ്ടാകില്ലെന്നും യൂറോപ്പിലേക്ക് പോവുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പിണറായി വിജയന് ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രാമംഗളങ്ങളും നേർന്നു. എന്നാൽ ഇക്കാര്യം രാജ്ഭവനെ രേഖാമൂലം അറിയിക്കുന്നതിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച പറ്റിയത്. സർക്കാരുമായി കടുത്ത ഭിന്നതയിലുള്ള ഗവർണറുടെ പ്രധാന പരാതി പല കാര്യങ്ങളും തന്നെ സർക്കാർ അറിയിക്കുന്നില്ല എന്നതാണ്. ഇന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രി യൂറോപ്പിലേക്ക് തിരിച്ചത്. നോർവേയിലാണ് ആദ്യ സന്ദർശനം. മന്ത്രിമാരായ P രാജീവും V അബ്ദുറഹ്മാനും സംഘത്തിലുണ്ട്. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 സംഘം നോർവേയിലെത്തും. നോർവേ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി ബ്രിട്ടനിലേക്ക് പോകും. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ മാതൃകകൾ പഠിക്കുകയും ഈ രാജ്യങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുകയുമാണ് സന്ദർശന ലക്ഷ്യം. കോടിയേരിയുടെ വിയോഗത്തെ തുടർന്ന് ഫിൻലൻഡ് സന്ദർശനം മാറ്റിവച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നതിനു മുൻപേ കെ സുധാകരൻ മടങ്ങി. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടെന്നാണ് വിശദീകരണമെങ്കിലും തനിക്കെതിരായ തരൂരിന്റെ പരസ്യപ്രസ്താവന തന്നെയാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത് എന്നാണ് സൂചന. ന്യൂസ് 18 അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ശ്രമിച്ചുവെങ്കിലും ചെറുചിരി മാത്രമായിരുന്നു KPCC അധ്യക്ഷന്റെ മറുപടി. KPCC ആസ്ഥാനത്തെത്തിയ തരൂരിനെ പ്രവർത്തകർ സ്വീകരിച്ചു. ശശി തരൂർ KPCC ആസ്ഥാനത്തേക്ക് എത്താൻ 1 മണിക്കൂർ ബാക്കി നിൽക്കെയാണ് കെ സുധാകരൻ തലസ്ഥാനം വിട്ടത്. മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികൾക്കെന്നായിരുന്നു വിശദീകരണമെങ്കിലും തരൂർ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണമാണ് സുധാകരനെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. നാലരയോടെ ഇന്ദിരാഭവനിൽ എത്തിയ ശശി തരൂരിനെ പുഷ്പഹാരം അണിയിച്ചാണ് പ്രവർത്തകർ വരവേറ്റത്. കോൺഗ്രസിൽ ജനാധിപത്യം നിലനിൽക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഗാന്ധി കുടുംബം നിഷ്പക്ഷ നിലപാടാകും സ്വീകരിക്കുകയെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും തരൂർ പ്രതികരിച്ചു. ഈ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല. നമ്മളുടെ ഗാന്ധി കുടുംബം എന്നോട് 3 പേരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ നിഷ്പക്ഷമായി നിൽക്കുകയാണ്. അവരുടെ ആ എൻകറേജ്മെന്റ് കൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. കാരണം ഇതിൽ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ജനങ്ങളുടെ വോട്ടുകൾ ആവശ്യപ്പെടുന്നത്. മുതിർന്ന നേതാക്കളുടെ വിയോജിപ്പിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന ചോദ്യത്തിന് തരൂരിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ കാണുന്നുണ്ട് ടോപ്പ് ലീഡേഴ്സിന്റെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞ തന്നെ നമ്മളുടെ പാർട്ടി അംഗങ്ങൾ കേൾക്കണമെന്ന ഒരു നിർബന്ധമില്ല എന്ന് മാത്രമല്ല അത് ശരിക്കും ജനാധിപത്യ വിരുദ്ധയായി. ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളൊഴികെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ KPCC ആസ്ഥാനത്ത് തരൂരിനെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല. മിനിറ്റുകൾ മാത്രം ഇന്ദിരാഭവനിൽ ചെലവഴിച്ച ശേഷം അദ്ദേഹം മടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വിതുര കല്ലാറിൽ കുളിക്കാനിറങ്ങിയ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഭീമാപ്പള്ളി സ്വദേശികളായ ഫിറോസ്, ജവാദ്, സഫ്വാൻ എന്നിവരാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഭീമാപ്പള്ളിയിൽ നിന്നുള്ള 8-അംഗ സംഘം കല്ലാറിൽ എത്തിയത്. കല്ലാർ വട്ടക്കയം ഭാഗത്ത് കുളിക്കാനിറങ്ങിയ സംഘത്തിലെ ഒരു പെൺകുട്ടി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പെൺകുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ 3 പേരാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഭീമാപ്പള്ളി സ്വദേശികളായ ഫിറോസ്, ജവാദ്, സഫ്വാൻ എന്നിവരാണ് മരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനാണ് ഫിറോസ് മോൻ. പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സും പോലീസും ചേർന്ന് കരയ്ക്കെത്തിച്ച മറ്റ് 3 പേരുടെയും മരണം വിതുര സർക്കാർ ആശുപത്രിയിൽ വെച്ചാണ് സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിൽ ഹിമാലയ മലനിരകളിൽ ഉണ്ടായ ഹിമപാതത്തിൽ 10 മരണം. 11 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ജവഹർലാൽ നെഹ്റു മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനികളാണ് അപകടത്തിൽപ്പെട്ടത്. നടൻ ശ്രീനാഥ് ഭാസിയുടെ വിലക്കിനെതിരെ മമ്മൂട്ടി. വിലക്ക് അന്നം മുട്ടിക്കുന്ന പരിപാടിയാണ്. വിലക്ക് നീക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്നും മമ്മൂട്ടി പറഞ്ഞു. വിഷയം തെറ്റാണ്. വിലക്കിയിട്ടില്ല, വിലക്കിയിട്ടില്ലെന്നാണ് ഞാനറിഞ്ഞത്. അല്ല, വിലക്കാൻ പാടില്ലല്ലോ. നമുക്ക് എന്തിനാ അന്നമുട്ടിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങൾ. മംഗളൂരു ബണ്ട്വാൾ സ്നേഹഗിരിക്ക് സമീപം റോഡിലാണ് PFI അനുകൂല മുദ്രാവാക്യങ്ങൾ. സൂക്ഷിക്കുക, ഞങ്ങൾ മടങ്ങിവരും എന്നാണ് എഴുത്ത്. കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. സംഭവത്തിൽ പുഞ്ചൽക്കട്ടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ನಾವಿದ್ದೇವೆ ಒಂದು 4 ಮಂದಿ ಇದ್ದೇವೆ. ದೊಡ್ಡದಾಗಿ ಬರ್ರಿ, ಸ್ಪ್ರೇ ಇದು ಪಾಯಿಂಟ್ ಅಲ್ಲಿ ಬರ್ದಾಗಿ
വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ എഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയത് ആരാണ് എന്ന് സംബന്ധിച്ച ഏകദേശ സൂചനയെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷ്, അത്തരത്തിലൊരു സൂചനയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബണ്ട്വാൾ താലൂക്കിലെ സ്നേഹഗിരിക്ക് സമീപം പിത്തലബെട്ടുവിലാണ് ഈ റോഡിൽ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല RSSനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കുക, ഞങ്ങൾ മടങ്ങി വരും, PFI എന്നാണ് ഇത്തരത്തിൽ കന്നഡയിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പ്രദേശവാസിയായ ഒരു യുവാവിന്റെ പരാതിയിൽ പുഞ്ചൽക്കട്ടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ബംഗളൂരുവിലും അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് 15 PFI പ്രവർത്തകർക്കെതിരെ കർണാടക പോലീസ് UAPA ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ദക്ഷിണ കന്നഡ ജില്ലയിലെ കൽബുർഗി, ഷിമോഗ, കൊപ്പൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നേരത്തെ നിരവധി PFI പ്രവർത്തകരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി അറസ്റ്റ് തുടർന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്തായാലും ഇതാരാണ് ഇത്തരത്തിൽ എഴുതി വെച്ചതെന്ന് സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ 3 പേർക്ക്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അലൈൻ അസ്പെക്ട്, അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജോൺ ക്ലോസർ, ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞൻ ആന്റൺ സെല്ലിംഗർ എന്നിവർ പുരസ്കാരം പങ്കിട്ടു. ക്വാണ്ടം മെക്കാനിക്സിന് നൽകിയ സംഭാവനകൾക്കാണ് പുരസ്കാരം. ക്വാണ്ടം സയൻസ് മേഖലയെ പുതിയ യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവരുടെ പഠനങ്ങളെന്ന് നൊബേൽ അക്കാദമി വിലയിരുത്തി. ഭക്തി നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥോത്സവം നടന്നു. ദേവീ വിഗ്രഹം അലങ്കരിച്ചുള്ള പുഷ്പാലങ്കൃത രഥം ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന ചടങ്ങ് ഭക്തർക്ക് ദർശന സായുജ്യമായി. കേരളത്തിൽ നിന്നടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് രഥോത്സവത്തിൽ പങ്കെടുക്കാനായി കൊല്ലൂരിൽ എത്തിയത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി നാളിലെ പ്രധാന ചടങ്ങാണ് രഥോത്സവം. പുഷ്പാലങ്കൃതമായ രഥത്തിൽ ദേവിയെ എഴുന്നള്ളിച്ച് ശ്രീകോവിലിന് ചുറ്റും 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് രഥത്തിൽ നിന്നും ഭക്തർക്കായി നാണയത്തുട്ടുകൾ എറിയുന്നു. ഇവ ലഭിക്കുന്നവർക്ക് ഐശ്വര്യം വന്നു ചേരുമെന്നാണ് ഐതിഹ്യം. ക്ഷേത്രം തന്ത്രി രാമചന്ദ്ര അഡിഗയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിജയദശമി ദിനമായ നാളെ പുലർച്ചെ 4 മണി മുതൽ തന്നെ സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കും. ഇതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കർണാടകയുടെ തനത് ശൈലിയിൽ ദസറ ആഘോഷം നടക്കുകയാണ്. മൈസൂരു നഗരവും അംബാവിലാസ് കൊട്ടാരവും ദീപാലങ്കാരത്തിൽ മുങ്ങിക്കുളിച്ച നഗരവും കാണാൻ മറുനാടുകളിൽ നിന്ന് പോലും നിരവധി പേരാണ് എത്തുന്നത്. മൈസൂർ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ പറ്റാത്ത നഗരം. കൊട്ടാരങ്ങൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച് ലോകമെമ്പാടു നിന്നുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നൊരിടം. ദീപങ്ങൾ കൊണ്ട് ഒരു നഗരം മുഴുവൻ ഒരുക്കിയിരിക്കുന്ന കാഴ്ച ഒറ്റ നോട്ടത്തിലൊന്നും കണ്ടു തീർക്കാനാവില്ല. ദസറ ആഘോഷത്തിന് തിരിതെളിഞ്ഞതോടെ സ്വർണ്ണ നിറത്തിൽ മുങ്ങി അംബാവിലാസ് കൊട്ടാരവും. നഗരത്തിൽ നിന്ന് 124 കിലോമീറ്റർ അകലെ വരെ ദീപാലങ്കാരം കാണാം. ജനലക്ഷങ്ങളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. വിജയദശമി ദിവസം ചാമുണ്ഡി ദേവിയുടെ 750 കിലോ സ്വർണ്ണ വിഗ്രഹം 13 ആനകളുടെ അകമ്പടിയോടെ 5 കിലോമീറ്റർ എഴുന്നള്ളിക്കുന്നതോടെ ഈ വർഷത്തെ ദസറ ആഘോഷത്തിന് സമാപനമാകും. ന്യൂസ് 18 മൈസൂർ. കാഞ്ഞിരപ്പള്ളിയിൽ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മാമ്പഴം മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. 600 രൂപ വില വരുന്ന 10 കിലോ മാമ്പഴമാണ് മോഷ്ടിച്ചത്. മുണ്ടക്കയം വണ്ടൻപാതൽ സ്വദേശി ഷിഹാബാണ് മോഷണം നടത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവേ പുലർച്ചെയാണ് മോഷണം നടത്തിയത്. സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുത്തു.
മതിയായില്ല അവന്.